ജ്യോതിഷം ഇതെന്ത് തേങ്ങയാണ്? കോടിക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒരാശയവിനിമയ മാർഗം പോലുമില്ലാതെ ഭൂമിയുടെ ഒരു മൂലയിലുള്ള നമ്മളെ എങ്ങനെ ബാധിക്കുന്നു? വീഡിയോ തുടങ്ങുന്നതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷം അഥവാ ആസ്ട്രോളജി എന്നത് കേവലം അന്ധവിശ്വാസമല്ലെന്നും അത് പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണെന്നും നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടേതായ എതിരഭിപ്രായങ്ങളും വാദങ്ങളുമുണ്ടാകും. അതിനെ തീർച്ചയായും മാനിക്കുന്നു. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിവിടെ വെച്ച് ഈ വീഡിയോ നിർത്താവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ സമയം ഇവിടെ പാഴാക്കണമെന്നില്ല. പ്രപഞ്ചവുമായുള്ള ബന്ധം. ഭൂമിയിലെ സമുദ്ര ജലനിരപ്പിനെ ചന്ദ്രൻ സ്വാധീനിക്കുന്നു എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഭൂരിഭാഗവും ജലമാണ്. അങ്ങനെയെങ്കിൽ ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളും മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തെയും സ്വാധീനിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് യുക്തിസഹമാണ്. യത് പിണ്ഡേ തത് ബ്രഹ്മാണ്ഡേ, നമ്മുടെ ശരീരത്തിലുള്ളത് തന്നെയാണ് പ്രപഞ്ചത്തിലുമുള്ളത് എന്ന തത്വം ഇതിനെ സാധൂകരിക്കുന്നു. മനഃശാസ്ത്രപരമായ അടിത്തറ. കാൾ യങ് തുടങ്ങിയ പ്രശസ്ത മനഃശാസ്ത്രജ്ഞർ ജ്യോതിഷത്തെ ഗൗരവത്തോടെ കണ്ടിരുന്നു. ജ്യോതിഷം മനുഷ്യന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനുള്ള ഒരു മികച്ച ഉപാധിയാണ്. രാശികൾ ഓരോരുത്തരുടെയും സ്വഭാവ സവിശേഷതകളെ കൃത്യമായി വർഗീകരിക്കുന്നു. ഒരാളുടെ പെരുമാറ്റം, കഴിവുകൾ, ദൗർബല്യങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. സിങ്ക്രോണിസിറ്റി. കാൾ യങ്ങിന്റെ സിങ്ക്രോണിസിറ്റി എന്ന തത്വമനുസരിച്ച് കാര്യകാരണ ബന്ധങ്ങൾ മാത്രമല്ല ലോകത്തുള്ളത്. പ്രപഞ്ചത്തിലെ സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളും തമ്മിൽ അദൃശ്യമായൊരു ബന്ധമുണ്ട്. ഗ്രഹനിലകളിൽ മാറ്റം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ്. ആയിരക്കണക്കിന് വർഷത്തെ നിരീക്ഷണം. ജ്യോതിഷം ഇന്നലെ തുടങ്ങിയ ഒന്നല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി ഋഷീശ്വരന്മാരും പണ്ഡിതന്മാരും ആകാശഗോളങ്ങളുടെ ചലനവും മനുഷ്യജീവിതത്തിലെ മാറ്റങ്ങളും നിരീക്ഷിച്ചുണ്ടാക്കിയ കണക്കുകളാണിത്. ഇത്രയധികം കാലം നിലനിൽക്കുന്നത് തന്നെ ഇതിൽ സത്യത്തിന്റെ അംശമുള്ളതുകൊണ്ടാണ്. കർമ്മഫല സിദ്ധാന്തം. ഭാരതീയ ജ്യോതിഷം കർമ്മഫലത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ജ്യോതിഷം ഈ വിധിയെ മുൻകൂട്ടി കാണിച്ചു തരുന്ന ഒരു ഭൂപടമാണ്. വരാനിരിക്കുന്ന മഴയെക്കുറിച്ച് കാലാവസ്ഥാ നിരീക്ഷണം മുന്നറിയിപ്പ് നൽകുന്നതുപോലെ ജീവിതത്തിലെ നല്ലതും ചീത്തയുമായ സമയങ്ങളെക്കുറിച്ച് ജ്യോതിഷം മുന്നറിയിപ്പ് നൽകുന്നു. ഇത് മുൻകരുതലുകൾ എടുക്കാൻ സഹായിക്കുന്നു. വ്യക്തിപരമായ അനുഭവം. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജ്യോതിഷത്തിലൂടെ കൃത്യമായ പ്രവചനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വിവാഹം, ജോലി, രോഗം തുടങ്ങിയ കാര്യങ്ങളിൽ ജ്യോതിഷം നൽകിയ സൂചനകൾ കൃത്യമായി പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ശാസ്ത്രത്തിന് തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ഒരു കാര്യം തെറ്റാണെന്ന് പറയാനാവില്ല. അനുഭവമാണ് ഏറ്റവും വലിയ തെളിവ്. ജ്യോതിഷമെന്നത് മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഒന്നല്ല, മറിച്ച് വഴികാട്ടുന്ന ഒന്നാണ്. ആസ്ട്രോളജി ഈസ് എ ഗൈഡ്, നോട്ട് എ ഡിക്റ്റേറ്റർ. ഗ്രഹങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കി ജീവിക്കുന്നത് ജീവിതയാത്ര കൂടുതൽ എളുപ്പമാക്കാനും പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടാനും മനുഷ്യനെ സഹായിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ നക്ഷത്രഫലമനുസരിച്ച് ഭാഗ്യസംഖ്യ, ദിവസം എന്നിവ അടിസ്ഥാനമാക്കി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു എന്നിരിക്കട്ടെ. അത് സമ്മാനം ലഭിച്ചില്ലെങ്കിൽ ഈ ജ്യോതിഷത്തെയും ഗ്രഹനിലകളെയും തള്ളിപ്പറയുന്നത് തെറ്റുതന്നെയാണ്. കാരണം ഭാഗ്യദിനം, സംഖ്യ, രാശി എന്നിവ കൂടാതെ അവരവർ ചെയ്യുന്ന കർമ്മഫലങ്ങളും ഇതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ജീവിതത്തിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ തള്ളിപ്പറയുന്നതിന് പകരം സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഓർക്കുക, ജീവിതത്തിൽ എന്നെ മറക്കണമെന്നൊരിക്കൽ പറഞ്ഞുപോയവർ ഒരിക്കൽ എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ഒരു ദിവസം തീർച്ചയായും വന്നു ചേരുക തന്നെ ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ യെസ് കമന്റ് കൂടി ചെയ്യുക.